GoPros തന്നെയാണ് യൂസ് ചെയ്തത്. അതല്ല, എല്ലാം റീൽസിന് വേണ്ടി അത് തന്നെയാണ് യൂസ് ചെയ്തത്. ഇല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആകെ കിട്ടിയത് നമുക്ക് ആക്ച്വലി സാർ പറ്റിച്ചു. നമ്മളോട് പറഞ്ഞില്ല ഇതിനകത്ത് GoPro ഉണ്ട്. ഈ ക്യാമറ ആണ്, പക്ഷെ we didn't know like it is actually like shooting when it's on. Yeah, so basically നമ്മൾ അവിടെ ക്യാമറ ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. നമ്മൾ ഷൂട്ട് ചെയ്തു ഫസ്റ്റ്. ഇനിഷ്യലി വി ഡിഡ് ആർ പാർട്ട്. നമ്മൾ റിഹേഴ്സൽ, ആ റിഹേഴ്സലായിരുന്നു ആക്ച്വലി ഷോട്ട് ഓൺ. അപ്പൊ നമ്മൾ ഏത് ഷോട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പൊ ആ GoPro, ജംഗിൾ, ലൈറ്റ് ഇതെല്ലാം എനിക്ക് വേണ്ടി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. ബാക്കി അടുത്ത എനിക്ക് അറിയില്ല. അപ്പോ അതൊരു it was other directors plus another DOP Keiko Nakara, who's Japanese. She had valid inputs and things in Indian ചെയ്യാം. അപ്പോൾ ഞാൻ GoPro യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തപ്പോൾ ടെക്നിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി GoProയുടെ ലേറ്റസ്റ്റ് വെർഷൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ. സോ അത് എളുപ്പമായിരുന്നു ആക്ച്വലി. മലയാളത്തിൽ ചെയ്യുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണോ, അങ്ങനെയാണോ? ക്യാരക്ടേഴ്സ് എനിക്ക് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് മതി എന്നുള്ളതുകൊണ്ടാണോ മലയാളത്തിൽ കുറച്ചുകൂടി ചിത്രങ്ങൾ മാത്രമേ? എനിക്ക് ഒരിക്കലും അതേ സെയിം ക്യാരക്ടർ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഐ പ്രിഫർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ്. അതായത് ട്രെയിനിൽ പാടി നടക്കുക, അല്ലെങ്കിൽ സൂപ്പർ മോഡലാവുക, അല്ലെങ്കിൽ ഇതുമാതിരി ഒരു നോർമലായ ഒരു പെൺകുട്ടി ആവാം. സോ ഐ എൻജോയ്, അതൊരു എക്സ്പ്ലോറേഷൻ ഞാൻ അധികം എൻജോയ് ചെയ്യുന്നതാണ്. കിസ്മത്തൊക്കെ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ 2-3 ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് ഓഫർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുമാരി എന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ അതിനുശേഷം വടക്കൻ കെട്ടി. അപ്പോൾ ഐ പ്രിഫർ, അതാണ് ഒരു രസം, ഒരു എൻജോയ് ചെയ്തൊരു വേറൊരു ക്യാരക്ടറായി മാറുന്നത്. ഐ ലൈക്ക് ദ പ്രോസസ്. അപ്പോൾ യെസ്, ഞാൻ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത്രയും ഓഫേഴ്സ് വരണ്ടേ, കുറച്ച് ഓഫേഴ്സ് വരും, അതൊന്നും ഞാൻ സെലക്ട് ചെയ്യും. സോ യാ. ഷൂട്ടിംഗ് കിഷോർ സാറുമുള്ള ഒരു പ്രൈം സീൻ, എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സീൻ കോറിഡോറിൽ നടന്നിട്ടുള്ള സീൻ. അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള റൈറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ഇതിൽ കൊടുത്തിട്ടുള്ള ആക്ടേഴ്സ് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആയാലും സാറിന്റെ സൗണ്ടിങ്, ആ എഫേർട്ട് ഏതെങ്കിലും ഒരു ഏരിയ പാടിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി അതിൻ്റെ എസ്തെറ്റിക് വാല്യൂ മാറിപ്പോയത് വേറെ രീതിയിൽ ആൾക്കാരെടുത്ത്. പക്ഷെ എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റിൽ വർക്ക്ഔട്ട് ആയിട്ട് അതിൻ്റെ അടുത്ത എഫേർട്ട്. അത് ഈ സൂപ്പർ നാച്ചുറൽ പ്രോസസ് ചെയ്യുമ്പോൾ എങ്ങനെ സൗണ്ട് ചേഞ്ച് ചെയ്യും, അതെങ്ങനെ നമുക്കത് ഒരു അൺനാച്ചുറൽ ഇതാക്കാം. അത് ഞാൻ കുറച്ച് AI ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ AI പ്ലഗിൻസ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വോക്കൽ ക്രിയേറ്റ് ചെയ്തത്. യു ഫീൽ എ മാൻ inside a woman, so that it sort of justifies the story. I wanted that ഒറ്റയടിക്ക് കേൾക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് അതിനകത്തുണ്ടാക്കുന്നു. There are various layers of sounds that I have put together, including animals. Plus, just the vocal processing is done through an AI-based platform. So it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, So as per the expression keeps changing, I have to draw lines to create, the essence പോകാതെ എന്നാൽ നമുക്ക് സൗണ്ട് ഭയങ്കര ഓവർപവറിങ് ആകാതെ ആ എസെൻസ് പോകാതെ നിലനിർത്തുക. ഓരോ മൊമെന്റിലും അവിടെ ഓരോരോ എലിമെന്റ്സ് ആയിട്ട് കാണിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇവിടെ ആദവും Adam and Eve, our concept, suddenly the snake comes in. In certain sections, I made her feel like a palm in the seal current. You make the voice sounds like that. So it's been, it's very carefully crafted like that. That's probably that scene comes across
very, it is the right note. Yes, actually, എല്ലാവരും ഒരുമിച്ച് on set, this was sort of caused all this after the shooting. Shooting സമയത്ത് സജീദ് സർ, കേക്കോ മാം, കിഷോർ, ഉണ്ണിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് സജീദ് സർ എന്നോട് പറഞ്ഞു ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദാറ്റ് സ്റ്റാർട്ടിങ് വിത്ത് അങ്ങനെ മേഘ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സജീദ് സർ സെഡ് ദാറ്റ് ശ്രുതി യു ടെൽ മീ, നിങ്ങൾ പറയൂ ഇതാണ് പോയിട്രി, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് സീൻ, നമുക്ക് ഇത് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. സോ ഹി ഹാഡ് സം സജഷൻസ്. കേക്കോ മാം പറഞ്ഞു, ഓക്കെ ശ്രുതി എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ലൈറ്റ്, ഇതാണ് കോറിഡോർ, ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ, ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്തത്. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്, എല്ലാതും ഓൺ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ലൈറ്റിങ് ഓൾസോ മേഘയുടെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ്സ്, ചില മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു. If you see, he is reacting also to മേഘയെ കാണാൻ പറ്റും, പക്ഷെ മേഘയുടെ ഈ മനസ്സിൽ മാറിയ വേറൊരു വേഷം കാണാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എ ഡിഫറെൻറ്റ് ടാൻജന്റ് ആൻഡ് വി വർ വെരി കെയർഫുൾ. അതായത് അത്രയും ഡെലിക്കേറ്റ് ആയൊരു പോയിന്റാണ് പടത്തിൽ. So it was very important that aesthetic value maintain ചെയ്യാൻ, and we thoroughly rehearsed it, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത് ഷോട്ട്. And you can see the final product of sir post level work. It was wonderful. Hello. Yes. ഫ്ലാഷ്ബാക്ക് സ്റ്റോറിക്ക് എന്തെങ്കിലും എവിടുന്ന് കണ്ടെത്തി അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോറീസ് ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ഓഫ് മൾട്ടിപ്പിൾ തിങ്സ്. സോ ഈ പാരനോർമൽ സംഭവം ഞങ്ങൾ 10 വർഷം മുന്നേ സീരീസ് ചെയ്തുകൊണ്ട സമയത്ത് ഈ സ്റ്റോറിയുടെ മൈത്തോളജിനകത്ത് വളരെ നൈസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഓട്ടോമാറ്റിക് ഇറ്റ് വാസ് എ വെരി നൈസ് ബ്ലെൻഡിങ്. ഇറ്റ് ഹാപ്പൻ നാച്ചുറലി. ഡയറക്ടർ സാർ, ഒരു പാൻ ഇന്ത്യൻ കണ്ടന്റ് ആണല്ലോ, അപ്പം മറ്റ് ഭാഷകളിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ? മറ്റു ഭാഷകളിലേക്ക് ചെയ്യുന്നത് ഇപ്പോൾ കറന്റ് മറ്റു ഭാഷകളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഗ്രീഷ്മ, ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ആക്ച്വലി ഞാനിത് ഓഡിഷൻസ് കണ്ടായിരുന്നു. അന്നേരം ശ്രീവചനായിരുന്നു ഇതിൻ്റെ ഓഡിഷൻസിനെ പറ്റി പറഞ്ഞത്. അന്നേരം അത് കിട്ടിയപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തു. അന്നേരം ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ അന്നേരം ശ്രീവചേട്ടൻ വന്നപ്പോൾ ഓഡിഷൻ ചെയ്തു, വീഡിയോ എടുത്തു. then ഞാൻ സജിത് സാറിനെ ആക്ച്വലി കാണാൻ പോയായിരുന്നു. ആൻഡ് he told me the whole story. And the next morning I woke up, ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ സെലക്റ്റഡ് ആയി ആക്ച്വലി. And I was just really grateful. I still remember രാവിലെ എനിക്ക് യെസ് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു കാര്യമായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു ഫിലിമിൽ അഭിനയിക്കാനും പാട്ട് പാടാനും. And thankfully, thanks to everyone, I was able to make that happen. And I had the privilege to work with Rasool sir, Sajid sir, Kishore sir, Shruti ma'am, and JD sir, and Unia sir, Vijwa, Kiko Nakahara, everyone, Aryan, Gargi, actually everyone, David Jiji, Merin Merithop, like, and the other movie, and actually after the boy played, it felt like home. And yeah, thank you for everything. Genuinely. സാർ ഇപ്പോൾ സാർ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മലയാളം അല്ല തെലുങ്കിലെ ഒരു ഓൾ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം മറ്റ് ഇൻഡസ്ട്രീസുകൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളില്ല മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ അവർ മലയാളം ഇൻഡസ്ട്രിയാണ് റെഫർ ചെയ്യുന്നത് പറയുന്നത്. ബട്ട് കളക്ഷൻ റെക്കോർഡുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മറ്റ് ഇൻഡസ്ട്രീസാണ് മുമ്പിൽ നിൽക്കുന്നത്, മലയാളം പുറകിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ടെക്നീഷ്യൻ എന്ന ലെവലിൽ അഭിപ്രായം പറയാനുണ്ട്. Last year, if you take the record, Malayalam cinema has done outstandingly well.
പുസ്തകങ്ങൾ. അപ്പോൾ നമ്മൾ കേരളത്തിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ലുക്ക് ബാക്ക്, Kerala and Malayalam cinema is the most dynamic film industry today. Like I remember somebody asked JD, why has he made a film like, why did he, as a Bombay production house, only in the Natal on the Malayalam cinema? The answer to that was very, very interesting. He said, I see the best of technicians working in Bombay in Indian cinema are Malayalis, most of them. And world standard content is coming from Malayalam cinema. So I want to do a film. I want to make a film. This is the best way to make a film. As Malayalis, our collective responsibility is that when somebody like him, Kerala language cinema, it become our collective responsibility to make that film a success. And I think to make a film a success is our collective responsibility. മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് ഇനിയും എങ്ങനെയുണ്ട്, ഇവിടെ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ ഇനിയും ഒരു മലയാള സിനിമ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, മലയാളത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ? I think my experience has been fantastic. And like what Vasir said, the best part was the professionalism and the quality of work which came out of it, and that you all see. And at Orbit Studios, our vision when we started off, this is our debut film on the studio side, was that we want to make a film which can travel the globe. And this film has traveled the globe, has won awards across all big continents. That we were able to achieve here. My next projects, I think this was also a sizable project in terms of the budget which was allocated on the film. We are looking forward to crossing 100 crore barriers, if I have to say that. We are ready to make more films here. We want to make bigger films here. I think, like what Rasul said, I think audiences will love Vadakan. The Vadakan 2 will come, and that will be a bigger, grander one. And there will be more to come. That's what we are thinking at the studio end. I think JD has bigger plans. JD has bigger plans for Malayalam cinema. He is coming in a big way, just the beginning, baby step. Please encourage him. Go buy tickets. Please watch the theaters. എങ്ങനെയുണ്ടായിരുന്നു രാത്രിയിലെ അനുഭവങ്ങളൊക്കെ? അതൊരു വിശദമായ ചോദ്യം. അല്ല, ഇതിന്റെ മാക്സിമം ഷൂട്ട് രാത്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആരെയും പറഞ്ഞ പോലെ നമുക്ക് തന്നിരുന്ന ടോർച്ചിലെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം. നമ്മൾ ടോർച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ക്യാമറ ആക്ച്വലി അതെല്ലാം കാണുന്നുണ്ട്. നമ്മളൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കു നഖാര, നമ്മുടെ DOP പുള്ളിക്കാരി പറയും, നമ്മൾ താഴെ വീഴുമ്പോഴും ഈ ടോർച്ച് ലൈറ്റ് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തിരിച്ചു വെക്കണം, എന്നാലേ ക്യാമറയിൽ നമ്മൾ താഴെ വീഴുന്നത് പതിയത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ആസ് എൻ ആക്ടർ നമ്മൾ ക്യാമറമാനായിട്ടും കൂടി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ രാത്രി ഷൂട്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ചില മരത്തിന്റെ മുകളിലും പിന്നെ വേറെ ഏതൊക്കെയോ കോർണറിലൊക്കെയാണ് കിണറിലൊക്കെയാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരു ക്യാമറയ്ക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. യു ആർ റിയാക്ടിങ് ടു എ ക്യാമറ, യു വാണ്ട് ടു ബി ക്യാമറ ഫേവറിങ്, അതൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് റിയാക്ട് ചെയ്തോളൂ, ഞങ്ങൾ പിടിച്ചോളാം എവിടെന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് രാത്രി ഷൂട്ടിന്റെ കാര്യം പറഞ്ഞത്. ഈ സെൽവയിനും അതേപോലെ തന്നെ ഇന്ദ്രധനുഷിനെ എത്രത്തോളം വ്യത്യസ്തമാണ് നാരായണൻ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, സെൽവയെ പോലെയല്ല, ഇന്ദ്രധനുഷിനെ പോലെയും അല്ല. നാരായണൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നാരായണൻ എന്താ പറയുക, ഒരു ഈ ആവശ്യമില്ലാതെ തന്റെ ഇടിയാണെന്ന് കാണിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള അത്യാവശ്യം കോഴിയായ കണ്ടാരെ ട്രക്ക് കൊടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത്രയും വെറുപ്പിക്കലാണ് നാരായണൻ. അപ്പൊ അത് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സെൽവയെ പോലെ
കണ്ടാൽ അയ്യോ എന്ത് കാര്യം വെച്ചല്ലേ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഒരു നടന്ന നിലയിൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടർ കിട്ടുമ്പോഴേ നമുക്കത് ആ ഒരു അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടണം. അതിന് സജിദിക്കാണ് താങ്ക്സ് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അല്ലാതെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി എല്ലാ ക്യാരക്ടറും സെൽവയെ പോലെ എല്ലാ ക്യാരക്ടറും നന്മപരമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് താങ്ക്സ്. Guys, unfortunately, Rasul sir and Kishore sir ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ ലേറ്റ് ആവാണ്. They have to catch a flight. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് them and then we continue. റസൂൽ സാർ, അടുത്ത ഡയറക്ടോറിയൽ പ്രോജക്റ്റ് മലയാളത്തിലുണ്ടോ? അടുത്ത ഡയറക്ടോറിയൽ പ്രോജക്റ്റ് something is in pipeline. സാറിന് ഏറ്റവും കൂടുതൽ ഹൈ തന്ന മൊമെന്റ്സ് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ഹൈ തന്ന ഒരു മൊമെന്റ് ഏതായിരുന്നു? Nice moment. I think for me it is the last 5 minutes of the film, because it's also you don't generally find in a movie like this any thrillers or any kind of thriller borders between a thriller and a ghost story. You don't get to explore someone is going through a redemption in his life. So that part of the film to me is my personal favorite. So the last 5 minutes is really nice and goes in the water. Actually the whole how the film began, the whole baby comes back and story of the afterlife and everything. For me, the watch that's going to was, I like the name of the watch, but so many things that are very, I don't want to take the name, but very Nolan-esque in that sense. Again, some typo error or wrong reporting or something. I'm not that. Any questions for Vipin? Questions in law? Yeah? Kishore sir, dual character അല്ലേ? Acha sir, ഒരു group photo എല്ലാവരും എടുത്തോളൂ before you leave. അല്ല അവിടെ തന്നെ ഇരുന്നിട്ട് ബാക്കിൽ മാത്രം